ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്ക് സുഖമാണ്. കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് +1 അഡ്മിഷൻ ഇന്നലെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി പറയാനാണ് വന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയത് 3 പേരായിട്ടാണ്. ഞാനും അമ്മയും അച്ഛനുമായിട്ടാണ് അഡ്മിഷൻ എടുക്കാൻ പോയത്. ഇപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നിടത്ത് ഞങ്ങൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ കണ്ടിരുന്നു. അതിലൊരാളാണ് എന്നെ ഇത് അഡ്മിഷന് സഹായിച്ചത്. കുറച്ച് സഹായിച്ചൊക്കെ തന്നു. പിന്നെ ഞങ്ങളെ അവിടെ എനിക്ക് ബയോളജി സയൻസിലാണ് കിട്ടിയത്. എനിക്ക് കമ്പ്യൂട്ടർ സയൻസാണ് ഇഷ്ടമായിരുന്നത്. ഞാൻ അതൊക്കെ വച്ചിരുന്നു. പക്ഷെ വേറെ സ്കൂളിലാണ് ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ്. നമ്മുടെ ഇവിടെ അടുത്ത് സ്കൂളിലൊന്നും ഇല്ല. ഞാൻ 4ാം ക്ലാസ് മുതലേ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ തന്നെ കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ സയൻസ്. പക്ഷേ എന്തത് ചെയ്യാൻ, എനിക്ക് അത് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ല. അപ്പൊ കാരണം അവിടെ കമ്പ്യൂട്ടർ സയൻസ് ഇല്ല, അതുകൊണ്ട് കിട്ടിയില്ല അവിടെ കമ്പ്യൂട്ടർ സയൻസിന്. അപ്പോൾ ബയോളജി സയൻസിന് കിട്ടിയത്. അപ്പോൾ ബയോളജി സയൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിഫോമിൻ്റെ കാര്യങ്ങളൊക്കെ HM ടീച്ചറൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും യൂണിഫോം ഒരു യൂണിഫോം നിക്കറായിട്ടും ഒരെണ്ണം പാൻസ് ആയിട്ടും തയ്ക്കാനാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം. കാരണം സ്റ്റെപ്പ് കാല് വെക്കാൻ പോകുന്നതുകൊണ്ട് ആ സ്റ്റെപ്പ് കാല് വെച്ചതിന് ശേഷം പാൻസ് ഇടാമല്ലോ. അതിനു മുമ്പാണ് ഇത് സ്കൂൾ തുറക്കണമെങ്കിൽ. അപ്പോൾ 1-2 ദിവസമേ പോകാൻ പറ്റൂ. ഒരാഴ്ചയിൽ 1-2 ദിവസമേ പോകാൻ പറ്റൂ. അപ്പോൾ ആ പോണ ദിവസം യൂണിഫോം ഇടാൻ വേണ്ടിയാണ് ഈ നിക്കറാക്കിയത്. ആ സമയത്ത് സ്റ്റെപ്പ് കാല് കിട്ടിയില്ലെങ്കിൽ നിക്കർ ഇട്ടുകൊണ്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ് ഒരെണ്ണം നിക്കറും ഒരെണ്ണം പാൻസും ആയിട്ട് തയ്ക്കാണ്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നായിട്ട് പറയണമെങ്കിൽ അത് സ്കൂളിൽ പോയി പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിന് ശേഷമേ പറയാൻ പറ്റൂ വേറെ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് പറയാൻ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും +1 അഡ്മിഷന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങളും കമൻസിലൂടെ പറയണം. ഞാനും കേൾക്കാൻ കാത്തിരിക്കും. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ആരും പോരുത്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് വയ്യായ്മയുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് ദിവസവും സ്കൂളിൽ പോയിരുന്ന് പഠിക്കണമെന്ന്. പക്ഷേ ഈ വയ്യായ്മ കാരണം ആഴ്ചയിൽ 1-2 ദിവസമേ സ്കൂളിൽ പോകാൻ പറ്റൂ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാൽ എനിക്ക് പെട്ടെന്ന് അസുഖം മാറിക്കഴിഞ്ഞാൽ എനിക്ക് ദിവസവും സ്കൂളിൽ പോയിരുന്ന് പഠിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് എൻ്റെ ആഗ്രഹം നിറവേറ്റി തരണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.